നെയ്യാറ്റിൻകര ചെങ്കൽ യു.പി. സ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് പാമ്പ് കടിയേറ്റ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന 13 വയസ്സുകാരിയുടെ നിലയിൽ പുരോഗതിയുണ്ട്. സുരക്ഷിതമല്ലാത്ത നിലയിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് അല്പസമയത്തിനകം ഒപ്പം ചേരും. മുൻപും സമാനമായൊരു സംഭവം ഒരു സ്കൂളിൽ ഉണ്ടായിരുന്നു. അന്ന് ആ കുട്ടി മരിച്ചിരുന്നു. അതിനുശേഷം വലിയ ചിട്ടവട്ടങ്ങളൊക്കെ ഇതുപോലെ വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിരുന്നതാണ്. ഒരു LP സ്കൂൾ കെട്ടിടത്തിനുള്ളിലെ അങ്കണവാടി കെട്ടിടം കുട്ടികളെത്തുന്നതിന് തൊട്ട് മുമ്പ് തകർന്നു വീണ സംഭവം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഓരോ സ്കൂൾ കാലയളവിലും ഓരോ അധ്യയന വർഷവും സ്കൂളുകളിൽ നടത്തേണ്ട പ്രവർത്തനങ്ങൾ, ഫിറ്റ്നസ്, മറ്റു പരിശോധനകളൊക്കെയും നടക്കുന്നുണ്ടോ എന്ന് പോലും ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്ന കാര്യം നമ്മൾ എടുത്തു പറയണം. ഏതായാലും ഒരിക്കൽ കൂടി സ്കൂളിൻ്റെ ചുറ്റുപാട് സുരക്ഷിതമല്ലാത്ത നിലയിലാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. നെയ്യാറ്റിൻകര ചെങ്കൽ UP സ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് പാമ്പ് കടിയേറ്റ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പാമ്പ് കടിയേറ്റ് ചികിത്സയിൽ കഴിയുന്ന 13 വയസ്സുകാരുടെ നിലയിൽ പുരോഗതിയുണ്ടെന്നത് ആശ്വാസകരമായ കാര്യമാണ്. സുരക്ഷിതമല്ലാത്ത നിലയിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തി. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്തൊപ്പം ചേരുന്നു. പ്രശാന്ത്, വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കണ്ടെത്തലുകൾ എന്താണ്? ഒരു സ്കൂൾ സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലാണെന്ന് ആദ്യം തിരിച്ചറിയേണ്ടത് ആ സ്കൂളിലെ പ്രഥമ അധ്യാപകനാണ്, അവിടുത്തെ അധ്യാപകരാണ്, PTA കമ്മിറ്റിയാണ്, രക്ഷാകർത്താക്കളാണ്. എന്നിട്ടും സുരക്ഷിതമല്ലാത്ത നിലയിലാണ് ആ സ്കൂളെന്ന് വിദ്യാഭ്യാസ വകുപ്പിന് ഒരു സംഭവം നടന്ന ശേഷം കണ്ടെത്തേണ്ടി വരുന്നു. കൃഷ്ണരാജ്, അല്പസമയം മുമ്പാണ് DOയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ പരിശോധന നടന്നത്. DO ഇബ്രാഹിമിൻ്റെ നേതൃത്വത്തിലാണ് ഈ സ്കൂളിലെത്തുകയും സ്കൂളിൽ കുട്ടിക്ക് പാമ്പ് കടിയേറ്റ സ്ഥലമടക്കം പരിശോധിക്കുകയും ചെയ്തു. പരിശോധിച്ചതിന് ശേഷമാണ് ഈ സ്കൂൾ പ്രവർത്തിച്ചത് വേണ്ട സുരക്ഷിതത്വം ഇല്ലാത്ത നിലയിലാണെന്ന് ഈ കണ്ടെത്തിയത്. അതായത് ഈ സ്കൂളിൻ്റെ പരിസര പ്രദേശങ്ങളടക്കം കാട് പിടിച്ച് കിടക്കുന്ന ഒരു നിലയാണ്. ക്ലാസ് റൂമുകളടക്കം വൃത്തിയുമില്ല. ഇപ്പോൾ പാമ്പ് കടിയേറ്റു എന്ന് പറയുന്ന സ്ഥലം ക്ലാസ് റൂം അല്ലെന്നാണ് ഈ സ്കൂൾ അധികൃതർ പറയുന്നത്. അതായത് കളിക്കുവാനും മറ്റു പ്രാക്ടീസ് ചെയ്യാനടക്കമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ വെച്ചാണ് കുട്ടികൾക്ക് ഈ പാമ്പ് പറയുന്നത്. കുട്ടിക്ക് പാമ്പ് കടിയേറ്റെന്നാണ് പറയുന്നത്. നമുക്ക് ഇതൊരു ക്ലാസ് റൂമിന് സമാനമായ സ്ഥലമാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ ഇതിന് ചുറ്റുവട്ടം നമ്മൾ കാണുകയാണെങ്കിൽ ഈ ഭാഗമെല്ലാം കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമാണ്. അത് മാത്രമല്ല വലിയൊരു ഏരിയ ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതായത് ഈ സ്കൂളിൻ്റെ പരിസരം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഏരിയ തന്നെയാണ് ആ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രദേശത്ത് വൃത്തിയില്ലാത്ത, അതായത് ഈ കാട് പിടിച്ച് കിടക്കുന്ന നിലയിൽ തന്നെയാണ് ഈ പ്രദേശം നിലവിലും ഉള്ളത്. നിലവിൽ അത്തരമൊരു സാഹചര്യം, അത്തരമൊരു സ്ഥിതിയാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. അത് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് അതിൻ്റെ പരിശോധന നടത്തി കണ്ടെത്തിയത്. ഇപ്പോഴും ഉദ്യോഗസ്ഥർ ഇവിടെ തന്നെ ഉണ്ട്, സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഈ പരിശോധന തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോഴും നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാം. ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് എത്തുന്നൊരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഒരു പ്രഥമ ദൃഷ്ടിയെ തന്നെ കാണുമ്പോൾ മനസ്സിലാക്കും എത്ര കണ്ട് ഈ അന്തരീക്ഷം എത്ര കണ്ട് വൃത്തിയുള്ളതാണ്, അല്ലെങ്കിൽ പരിസരം എത്ര കണ്ട് വൃത്തിയുള്ളതാണെന്നല്ല ഇതിൻ്റെ ഒരു സ്കൂളിൻ്റെ ഒരു പ്രഥമ ദൃഷ്ടിയെ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ആ ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ഈ അധികൃതർ ഇവിടെ എത്തി പരിശോധന നടത്തുന്നൊരു സാഹചര്യമാണുള്ളത്. ക്ലാസ് റൂമിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇതും, ഈ പാമ്പ് കടിയേറ്റ ഭാഗവും. അവിടെയും വേണ്ടത്ര സുരക്ഷിതത്വമോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണെന്ന് ഈ സ്കൂളും അതുപോലെ തന്നെ പരിസരവും പ്രവർത്തിക്കുന്നത്. ഒരു വലിയ സ്ഥലം ഏരിയ തന്നെ ഈ സ്കൂൾ പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ പോലും 50-ൽ താഴെ കുട്ടികളാണ് നിലവിൽ പ്രവർത്തിക്കുന്നതാണ് ഇവിടുന്ന് അറിയാൻ കഴിയുന്നത്. ഈ സ്കൂളിൽ ഉള്ളത് 3 ക്ലാസ് റൂമുകളാണുള്ളത്. 3 ക്ലാസ്സുകളിലായിട്ട് 50-ൽ പരം കുട്ടികൾ, 51 വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നതാണ് ഈ അധികൃതർ പറഞ്ഞത്. പ്രദേശം ഒന്നാകെ കാട് പിടിച്ച് കിടക്കുന്ന നിലയിലാണ്. അങ്ങനെ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് പാമ്പ് കയറുന്നതിന് ഇടയാക്കിയത്. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. നേരത്തെ തന്നെ DOയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. ഇപ്പോഴും ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് തന്നെ ഉണ്ട്. ഇവിടെ ഈ പ്രദേശമടക്കം പരിശോധിക്കുന്നൊരു സാഹചര്യമാണുള്ളത്. എല്ലാം നോക്കിക്കണ്ടുകൊണ്ട് പരിശോധിക്കുകയാണ്. അതായത് ഈ ഒരു സ്ഥലം
ഈ നമുക്കിപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റുവട്ടവും ഒക്കെ സമാനമായ ഒരു അന്തരീക്ഷത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ പാമ്പ് അല്ലെങ്കിൽ ഇഴജന്തുക്കൾ വന്നാൽ കയറിയാൽ അത് കുട്ടികൾക്ക് ദോഷകരമായി ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടാകും. പ്രദേശത്തിൻ്റെ എല്ലാത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയാണ്, ചുറ്റുവട്ടത്തെ അവസ്ഥയെല്ലാം ഇത് തന്നെയാണ്. അതായത് സ്കൂളിന് പുറകിലേക്ക് പോവുകയാണെങ്കിൽ ആ സമാനമായൊരു സ്ഥിതി തന്നെയാണ്. ഇവിടെ ഇടയ്ക്ക് ചില സ്ഥലങ്ങൾ വൃത്തിയാക്കിയിട്ടുണ്ടെന്ന് പറയുന്നെങ്കിൽ പോലും പൂർണ്ണമായ രീതിയിൽ ഈ കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങൾ വൃത്തിയാക്കാൻ ഉള്ള ഒരു നടപടി അല്ലെങ്കിൽ ഒരു തയ്യാർ ആയില്ല എന്നതാണ് ഇപ്പോൾ ഈ കുട്ടിക്ക് പാമ്പ് കടി ഏൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഭാഗമെല്ലാം ഇത്തരത്തിലുള്ള അതിന് സ്കൂളിൻ്റെ പിറകു ഭാഗമാണ്. ആ പിറകു ഭാഗമെല്ലാം സമാനമായൊരു സാഹചര്യമാണുള്ളത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ സ്കൂൾ പ്രവർത്തിക്കുന്നത് തന്നെ വലിയ ഭീഷണി നേടുന്ന ഒരു സാഹചര്യമാണ്. കാരണം കുട്ടികളാണ് 12-13 വയസ്സൊക്കെയുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത്. 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികൾ. അപ്പോൾ ഈ കളിക്കാനും മറ്റുമായെല്ലാം കുട്ടികൾ ഇവിടേക്ക് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെ പുറത്തേക്ക് ഓടിക്കളിക്കുന്ന പ്രായവുമാണ് കുട്ടികൾ. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലേക്ക് വരാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ വരാനും അല്ലെങ്കിൽ കുട്ടികൾ വരുന്ന ഭാഗമെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കേണ്ടത് അധികൃതരുടെ ഒരു ചുമതല തന്നെയാണ്. അതായത് ഇവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ആയാലും ശരി, പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആയാലും ശരി ഉത്തരവാദിത്തമാണ് ഇവിടെ എല്ലാം പരിശോധന നടത്തണമെന്നുള്ളത്. അതുപോലെ തന്നെ കുട്ടികൾ എത്താത്ത രീതിയിൽ അല്ലെങ്കിൽ ഇഴജന്തുക്കൾ ക്ലാസ് റൂമുകളിലേക്ക് കയറാത്ത നിലയിലേക്ക് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നുള്ള കാര്യങ്ങളിൽ അത് ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അടക്കം സർ ഈ പരിശോധന അത്ര ഒരു സാഹചര്യമാണല്ലോ. എന്നാൽ അതിനുള്ളൊന്നും ഉണ്ടാകാത്തതാണെന്ന് ഇതിനൊരു കാരണമായിട്ട് ഇപ്പോൾ വിലയിരുത്തുന്നത്. നമുക്കറിയാം, ഈ പ്രദേശം കാണുമ്പോൾ എല്ലാം മനസ്സിലാകും, വളരെ ഭീതി തന്നെ തോന്നുന്നൊരു സ്ഥലമാണ്. ഈ സ്കൂളിൻ്റെ പിറകു ഭാഗമാണ്, അതായത് ഈ കുട്ടിക്ക് പാമ്പ് കടിയേറ്റ ക്ലാസ് റൂമിൻ്റെ പിറകു ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഈ ഭാഗത്തെ എല്ലാം അവസ്ഥ സമാനമായൊരു സാഹചര്യമാണ്. ഇവിടെ ഇതിലൂടെയെല്ലാം ഇനിയും ഇഴജന്തുക്കൾ ഉണ്ടാകാനുള്ള സാധ്യതയൊന്നും തള്ളിക്കളയാൻ അത്രയ്ക്ക് വൃത്തിഹീനമായ സാഹചര്യമാണ് നിലവിൽ പ്രദേശത്ത്. നെയ്യാറ്റിൻകര ചെങ്കൽ UP സ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് പാമ്പുകടിയേറ്റ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ്. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്കാണ് നിർദ്ദേശം നൽകിയത്. അവരുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പരിശോധന അവിടെ നടക്കുന്നുണ്ട്. പരിസരമാകെ കാടുപിടിച്ച അവസ്ഥയിലാണ്. കുട്ടികൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ, അവർക്ക് ഓടിക്കളിക്കാൻ, അവർക്ക് സുരക്ഷിതമായി ഇറങ്ങി നടക്കാൻ ഒരു സൗകര്യം അവിടെ ഉണ്ടെന്ന് തോന്നുന്ന തരത്തിലല്ല ഈ പരിസരം എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കാട് പിടിച്ച് കിടക്കുകയാണ്. മാത്രമല്ല, പുതിയ പാഠ്യപദ്ധതി പ്രകാരം കുട്ടികൾ പരിസരവുമായി ഇഴുകിച്ചേർന്ന് പഠിക്കേണ്ടവരുമാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. ചർച്ചകൾ, കൂട്ടായ ഗ്രൂപ്പ് പ്രവർത്തനങ്ങളൊക്കെ നടത്തേണ്ടി വരും. ആ ഒരു ഇടത്താണ് 12-13 വയസ്സായ കുട്ടികളൊക്കെ പഠിക്കുന്ന ഇടത്താണ് സുരക്ഷിതമല്ലാത്ത സാഹചര്യം എന്നത് എടുത്തു പറയേണ്ടതുണ്ട്. പ്രശാന്ത്, കേൾക്കാമെങ്കിൽ തുടർന്നോളൂ. കൃഷ്ണരാജ്, ഇപ്പോൾ തിരുവനന്തപുരം DDEയുടെ നേതൃത്വത്തിലാണ്, ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. നേരത്തെ DO ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ DDEയുടെ നേതൃത്വത്തിലുള്ള പരിശോധന. അദ്ദേഹവും സ്ഥലത്തെത്തി ഈ സ്ഥലവും പരിസരവും എല്ലാം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, ഒന്ന് പ്രതികരിക്കണം സാർ. അദ്ദേഹം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലങ്ങളെല്ലാം. ഈ സ്കൂളിൻ്റെ പിറകുഭാഗം, അതുപോലെ തന്നെ സ്കൂൾ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥലങ്ങളെല്ലാം വന്ന് നോക്കുകയും കുട്ടികൾക്ക് ശൗചാലയം അടക്കമുള്ളവ പരിശോധിക്കുകയും ചെയ്തു. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. നേരത്തെ DEയുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നെങ്കിൽ ഇന്ന് ഇപ്പോൾ അത് DDEയുടെ നേതൃത്വത്തിലേക്കാണ് ഇപ്പോൾ ഈ സ്കൂളിൻ്റെ പരിസരത്തേക്ക് എത്തുകയും പരിശോധന നടത്തുകയും ചെയ്യുന്നത്. എന്തായാലും ഈ സ്കൂൾ പരിസരം നമുക്കൊരു ഒറ്റനോട്ടത്തിൽ തന്നെ ഈ കാട് പിടിച്ച് കിടക്കുന്ന നിലയിലാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാക്കും, ദൃശ്യങ്ങളിലൂടെ എല്ലാം മനസ്സിലാക്കും. കാരണം അത്രയ്ക്ക് പരിതാപകരമാണ് ഈ ഇതിൻ്റെ അവസ്ഥ എന്ന്. ഏതായാലും പരിശോധന അവിടെ തുടരുകയാണ്. സുരക്ഷിതമല്ലാത്ത സാഹചര്യമാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ്. പ്രശാന്ത്, പറയൂ, ഈ അന്വേഷണം പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? കൃഷ്ണരാജ്, നിലവിൽ ഈ സ്ഥലവും പരിസരങ്ങളും, അതായത് വിദ്യാലയം നിൽക്കുന്ന ആ പ്രദേശങ്ങളും അതുപോലെ തന്നെ ശൗചാലയം, അതോടൊപ്പം തന്നെ കുട്ടികൾ പോകാനിടയുള്ള സ്ഥലങ്ങളെല്ലാം ഇപ്പോൾ DDEയുടെ നേതൃത്വത്തിൽ പരിശോധിക്കുകയാണ്. അദ്ദേഹം ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ചു. അതായത് ക്ലാസ് റൂം, കുട്ടിക്ക് പാമ്പ് കടിയേറ്റ ക്ലാസ് റൂം, അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളെല്ലാം സന്ദർശിക്കുകയും പരിശോധന നടത്തുകയും ഒക്കെ ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ സ്കൂളിന് മുന്നിലേക്ക് വരുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. അല്പസമയം പ്രതികരിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മൾ ആരാഞ്ഞിരുന്നു. അല്പസമയം കഴിഞ്ഞ് പ്രതികരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പരിശോധന ഈ സ്കൂളിൻ്റെ പരിസരത്ത് തുടരുകയാണ്. ഡെപ്യൂട്ടി ഡയറക്ടർ, ആ സ്കൂളിലെ അധ്യാപകർ, രക്ഷിതാക്കൾ ആരെങ്കിലും ഒക്കെ ആ കൂട്ടത്തിലുണ്ടോ? അതുകൂടി ഒന്ന് അന്വേഷിക്കണം.
കൃഷ്ണരാജ്, ഈ ബാക്കി സ്കൂൾ അടച്ച സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അധ്യാപകരാരും തന്നെ സ്കൂളിലില്ല. ഇന്നലെയായിരുന്നു സ്കൂള് അടച്ചത്. അതിനു മുന്നോടിയായിരുന്നു ഈ ക്രിസ്മസ് ആഘോഷമെല്ലാം സ്കൂളിൽ നടന്നത്. ആ സമയത്താണ് കുട്ടിക്ക് പാമ്പ് കടിയേൽക്കുകയും ചെയ്തത്. ഇപ്പോൾ ഈ സ്കൂൾ പ്രവർത്തിക്കുന്ന ക്ലാസ് റൂമിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ക്ലാസ് റൂമിന് പുറത്ത് ഒരു സ്ഥലമുണ്ടായിരുന്നു, അവിടെ വെച്ചാണ് കുട്ടിക്ക് പാമ്പ് കടിയേറ്റതും. ക്ലാസ് റൂമിന് സമാനമായ ഒരു സ്ഥലമാണ്. അവിടെ ഈ സ്കൂൾ അധികൃതർ പറയുന്നത് അത് കുട്ടികൾ കളിക്കുവാനും അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനെല്ലാം ഉപയോഗിക്കുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ DDയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നത് ക്ലാസ് റൂമിലാണ്. ആ കുട്ടികളുടെ ക്ലാസ് റൂം 3 ക്ലാസ് റൂമാണ് ഇവിടെ ഉള്ളത്. 51 വിദ്യാർത്ഥികളാണ് ആകെ ഈ സ്കൂളിൽ പഠിക്കുന്നത്. സ്കൂളിൽ സുരക്ഷിതമല്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് കണ്ടെത്തിയ സ്കൂളിൽ പരിശോധന നടത്തുകയാണ്.